Hello, welcome to Market Discussion of the Day. Today, December 1st, 2025, Monday ആണ്. പുതിയൊരു വീക്കാണ്, പുതിയൊരു മന്താണ്. ഈ ക്വാർട്ടറിലെ ലാസ്റ്റ് മന്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്ന് രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ രാത്രി ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക. രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് എന്താ പറയുക, നമ്മളുടെ ഈ ആഴ്ചത്തെ ഫണ്ടമെൻ്റൽസിലോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ന്യൂസുകൾ ഒന്നുമില്ല ഈ ആഴ്ച. ഓക്കെ, പക്ഷേ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് ന്യൂസുകളുണ്ട്. അതിന് മുന്നോട്ട് ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ, ഞാൻ നമ്മളുടെ ഫോറക്സ് ട്രേഡിംഗ് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ യൂട്യൂബിലുണ്ട്, അത് ഫോറക്സ് ട്രേഡിംഗ് ബിഗിനേഴ്സ് ഇൻട്രഡക്ഷൻ ടു ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്ന പാർട്ട് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കാണണം, കണ്ട് അഭിപ്രായം പറയണം, കമൻറ്റിലൂടെ സപ്പോർട്ട് ചെയ്യുക. ചാനലിൽ ഗ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളാണ് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഈ ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ, ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വലിയ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. വൈകുന്നേരം നമുക്ക് ISM നോൺ മാനുഫാക്ചറിങ് PMIയുടെ ന്യൂസ് 3 മണിക്ക് വരുന്നുണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് തോന്നുന്നത് 8 മണി 8:30 മണിക്കൊക്കെ ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് നാളെ രാവിലെ, അതായത് ഇവിടെ UK ടൈമിംഗ് രാത്രി 1 മണിക്ക് ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടൈമിംഗ് ഇത് 6:30 മണിക്കാണ്. അപ്പം നിങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഈ പർട്ടിക്കുലർ ന്യൂസ് വരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ അതുകൊണ്ടിട്ട് ഇന്ന് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ട്രേഡിനകത്ത് നിന്ന് വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് മാറി നിൽക്കുന്നതായിരിക്കും സേഫ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് വരാൻ നേരം നമുക്കറിയാലോ, വൻ മൂവ്മെൻ്റ് ആയിരിക്കും ഗോൾഡിലൊക്കെ. പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടറിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇന്ന് രാത്രി പൊസിഷൻസ് ഹോൾഡ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. രാവിലെ 10 മണിക്ക് യൂറോ സോണിൽ നിന്ന് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണുക. അതിനുശേഷം മറ്റന്നാൾ നമുക്ക് കുറേ ന്യൂസുകളുള്ള ദിവസമാണ്. മറ്റന്നാൾ ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്, ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, 3 മണിക്ക് ISM നോൺ മാനുഫാക്ചറിങ് PMI ഉണ്ട്, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമല്ല. ഭയങ്കര ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ന്യൂസ് അല്ല. ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു ന്യൂസേ ഉള്ളൂ, നമ്മുടെ ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച്. പക്ഷേ ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും. ഇവിടെ ഞാൻ രാത്രി 1 മണിക്ക് ഉറങ്ങുന്ന സമയത്തായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ 6:30ക്ക് നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോട്ട് ഡൗൺ ചെയ്യണം എന്നില്ല. അതുകൊണ്ടിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് പോകേണ്ട ഒരു ന്യൂസാണ്. രാത്രിയാണ് വരുന്നത്, ഇന്ത്യൻ ടൈമിംഗ് 6:30 മണിക്കാണ് വരുന്നത് രാവിലെ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ബുധനാഴ്ച നമ്മൾ നോക്കാൻ നേരത്ത് ഇൻഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് 1:30ക്ക് വരുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചയും വരുന്നുണ്ട് ഇൻഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ്. വെള്ളിയാഴ്ച നമുക്ക് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നുമില്ല. പക്ഷേ വെള്ളിയാഴ്ച ആക്ച്വലി എല്ലാ മന്തിൻ്റെയും തുടക്കത്തിൽ നമുക്ക് നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുന്നതാണ്. പക്ഷേ എക്കണോമിക് കലണ്ടറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ഫോറക്സ് ഫാക്ടറി എടുത്തു കഴിഞ്ഞാലും അതിലും നമുക്ക് ഈ പറയുന്ന നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ഇത് വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. അത് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY വരാം. JPY 155. അതിന് മുന്നേ ആയിട്ട് പൊളിറ്റിക്കൽ സൈഡിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ച് അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല മീറ്റിംഗ്സും നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ എന്താ പറയുക, വാർ എൻഡ് ആകുമ്പോൾ റഷ്യക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം യൂറോപ്പിലുള്ള പല കൺട്രീസും പറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ ലീഡേഴ്സ് ഈ വാറിനെ കൂടുതൽ എന്താ പറയുക, എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ വാർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് യൂറോപ്പിലുള്ള പല കൺട്രീസും പറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അത് മാത്രമല്ല, ഈ വാർ എൻഡ് ആവുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും റഷ്യയിൽ നിന്ന് ഒരു കാര്യങ്ങളും ഇതേവരെ സംസാരം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. സോ അങ്ങനത്തുള്ള ന്യൂസുകൾ വരുമ്പോൾ ഉറപ്പായിട്ടും അത് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുകയും അത് എന്താ പറയുക, അത് ഡയറക്റ്റ്ലി
ഗോൾഡ് എന്ന് പറയുന്ന കൗണ്ടറിലെയും അതേപോലെ തന്നെ യൂറോ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കൗണ്ടേഴ്സിനെയും ഇത് രണ്ടും അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി മാത്രം ട്രേഡ് എടുത്ത് മുന്നോട്ട് പോവുക. വാറെങ്ങാനും അവസാനിച്ചു എന്നൊരു ന്യൂസ് കേട്ടാൽ തന്നെ നമ്മളുടെ ഗോൾഡിൽ ഉള്ള ഭയങ്കരമായ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. സോ ഉറപ്പായിട്ടും അത് യൂറോയിനെയും ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടിട്ട് യൂറോയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ JPY വരാം. JPY 156 എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രേക്കായി താഴെ വന്നു 155.438 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 156 അവിടെ നിന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാവും. ഉറപ്പായിട്ടും ഇത് സംഭവിക്കും. സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ഒരു 10 ഓപ്പർച്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടാമത്തെയോ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും അടിച്ചിട്ടുണ്ടാവുക. അത് ഇൻ ദ ഗെയിമാണ്. ഓക്കെ, സോ അത് നമ്മൾ വലിയ രീതിയിൽ അതിനെ ഇത് ചെയ്യണ്ട. പക്ഷേ ഇനി അടുത്തത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അടുത്ത 154 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 155 ഉറപ്പായിട്ടും ചെറിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ മേജർ സപ്പോർട്ട് 154 ഓക്കെ, സോ 154 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 153.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം മറക്കാതെ ചെയ്ത് തന്നെ പോകണം കേട്ടോ. ഓക്കെ, സോ 155 അവിടെ ഞാൻ ബൈ റെക്കമെൻഡേഷൻ ഞാൻ ചെയ്യുന്നില്ല. 154 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. ഇല്ലാത്ത പക്ഷം നമുക്ക് നാളെ മാർക്കറ്റ് ഡിസ്കഷനിലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ 1.1617 നിൽക്കുന്നു. ഓക്കെ, സോ 1.16175 നിൽക്കുന്നു. 1.16 മുകളിലായിട്ടായിരുന്നു ഇന്ന് നമുക്ക് യൂറോപ്പ് ഓപ്പണിംഗ് ടൈമിങ്ങിൽ, യൂറോപ്പ് ഓപ്പണിംഗ് ടൈമിലൊക്കെ 1.1600 മുകളിലായിരുന്നു. ഓക്കെ, ഇല്ല, യൂറോപ്പ് ഓപ്പണിംഗ് ടൈമിൽ 1.1600 മുകളിലല്ലായിരുന്നു. ഇതുവരെ ഒരു മാർക്കറ്റ് ടൈമിങ്ങിൽ 1.1600 മുകളിലായിട്ട് കയറിയിട്ടില്ല. സോ അതുകൊണ്ടിട്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു കാരണവശാലും ബൈ ചെയ്യണ്ട എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് യൂറോയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. യൂറോയിൽ എനിക്ക് പറയാനായിട്ടുള്ള ഇപ്പോഴും ഉള്ള ഓപ്പർച്യൂണിറ്റി താഴെ വീണ് കിട്ടിയാൽ 1.1500 അവിടെ കിട്ടിയാൽ അവിടെ നിന്നുള്ളൊരു ബൈ ചെയ്യാം. ഇല്ല എങ്കിൽ 1.1540 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും 1.1550 1.1540 ആ റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് വെക്കണം 1.1480 അവിടെ, 1.1550 അവിടെ നിന്ന് ബൈ ചെയ്തിരുന്ന ആൾക്കാർ 1.1480 അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യണം. 1.1500 അവിടെ നിന്നാണ് ബൈ ചെയ്യുന്നതെങ്കിൽ 1.1440 താഴെയായിട്ടാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. GBP വരാം. GBP 1.3259 നിൽക്കുന്നു. 1.3200 നല്ലൊരു സപ്പോർട്ടാണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ എന്താ പറയുക, വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഇപ്പോഴും പറഞ്ഞു പോകാനായിട്ടുള്ളത്. എന്താ പറയുക, നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടും, വീണ്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതുകൊണ്ടിട്ട് തന്നെ 1.3200 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ബൈ ചെയ്യുക. അവിടുന്ന് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വെക്കണം 1.3140 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ ഇതാണ് എനിക്ക് GBP പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ 4248 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഗോൾഡിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നല്ല രീതിയിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ലൊരു വലിയൊരു അപ് ട്രെൻഡിലാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. അപ് ട്രെൻഡ് തന്നെയാണ്, ഡൗൺ ട്രെൻഡിലോട്ട് ചിന്തിക്കുകയേ വേണ്ട. ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് ചിന്തിക്കണമെങ്കിൽ തന്നെ 3980 താഴെയായിട്ട് മാർക്കറ്റ് പോയാൽ മാത്രമേ ഡൗൺ ട്രെൻഡിലോട്ട് ചിന്തിക്കാൻ പോലും പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്ക് നല്ല രീതിയിൽ താഴോട്ട് വീണ് കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി മാത്രം കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുക. 4180 റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, സോ അവിടുന്ന് നമുക്ക് ബൈ എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അല്ലാതെ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് പെട്ടെന്നായിരിക്കും മാർക്കറ്റ് താഴോട്ട് പോകുന്നത്. 4180 4190 റേഞ്ചിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നമ്മളുടെ ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് ഇല്ലാത്ത പക്ഷം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവാണ്. 4180 4190 $25 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കുക. 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നമ്മളുടെ
ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഉറപ്പായിട്ടും എന്താ പറയുക, നമ്മളുടെ പുതിയ കോഴ്സ് ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങൾ കാണണം, കണ്ട അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാരിലോട്ട് ആ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ ഈ ഒരു മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.